ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിശ്വസിക്കുന്നു. അൽഹംദുലില്ലാ ഞാനും സുഖമായിട്ടിരിക്കണം കേട്ടോ. സോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ ബേബിയുടെ വിസ പ്രോസസ്സിങ്ങിന് വേണ്ടി നമ്മൾ എറണാകുളത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു. സോ അതിൻ്റെ വിശേഷങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള വീഡിയോയാണ്. പിന്നെ നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അത് നാളത്തേക്കാവട്ടെ അടുത്ത ആഴ്ച ആവട്ടെ എന്ന് പറഞ്ഞ് മാറ്റി വയ്ക്കാതെ ആ ഒരു പ്രസൻസ് ഓഫ് മൈൻഡ് തന്നെ ചെയ്യാം കേട്ടോ. ഇതിവിടെ എന്താ പറയാൻ കാരണം എന്ന് നിങ്ങൾ ആലോചിക്കേണ്ടാവും. ബൈ ദ വേ ഇതിപ്പോൾ 2 month ഫോട്ടോഷൂട്ടാണ്. ഫോട്ടോഷൂട്ടല്ല, ഞാൻ കുറച്ച് ഫോട്ടോസൊക്കെ എൻ്റെ ബേബിയുടെ എടുത്ത് വെച്ചതാണ്. ഇതുപോലെ തന്നെ 1 month ഞാൻ എടുക്കാൻ ആലോചിച്ചിട്ടുണ്ടായിരുന്നില്ല, സെറ്റാക്കിയിട്ടുണ്ടായി. ബട്ട് അത് നാളെ ആവട്ടെ പിന്നെ ആവട്ടെ എന്ന് ഇങ്ങനെ തള്ളി മാറ്റി 1 month ഫോട്ടോസ് എനിക്ക് എടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായില്ല കേട്ടോ. സോ അപ്പോൾ ഞാൻ 2 month ആയപ്പോൾ ആ ഒരു 1 month ആ ഒരു ഇത് നമുക്ക് കിട്ടില്ലല്ലോ. ബേബി കുറച്ചുകൂടെ വലുതായല്ലോ. ഇനിയിപ്പോൾ 3 month ആകുമ്പോൾ കുറച്ചുകൂടെ വലുതാവും. അപ്പോൾ നമുക്ക് എപ്പോൾ എടുക്കാൻ തോന്നണോ ആ സമയത്ത് സെറ്റാക്കി ചെയ്യുക. അപ്പോൾ ഞാൻ 60 days ആയപ്പോൾ തന്നെ ആമസോണിൽ നിന്ന് ഇങ്ങനത്തെ കാർഡ്സ് ഓർഡർ ചെയ്തിട്ടുണ്ടായി. 2 month 3 month 4 month അതിൽ ഫസ്റ്റ് ബർത്ത്ഡേ ആം ഹോം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനത്തെ കാർഡ്സ് ഞാൻ ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്തിട്ടുണ്ടായി. അപ്പോൾ തന്നെ ഞാൻ 60 day ആയപ്പോൾ തന്നെ ഫോട്ടോസ് എടുത്തു കേട്ടോ. അല്ലെങ്കിൽ പിന്നത്തേക്ക് മാറ്റി വെച്ചാൽ നടക്കില്ല എന്ന് എനിക്ക് 100% ഉറപ്പാണ്. പിന്നെ ഈ ബേബിയുടെ ചുറ്റും വെച്ചിട്ടുള്ള ഈ കാർഡ്സ് എന്ന് പറയുമ്പോൾ ഫ്ലാഷ് കാർഡ്സ്, അത് 0 to 3 month ഇവർ ഭയങ്കര ഡാർക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളേഴ്സൊക്കെയാണ് ഏറ്റവും കൂടുതൽ ബേബീസ് കാണുന്നത്. സോ അങ്ങനെ ഞാൻ മേടിച്ചിട്ടുള്ള, അതും ആമസോണിൽ നിന്ന് മേടിച്ചിട്ടുള്ളതാണ്. ആൻഡ് ഡ്രസ്സ് വന്നിട്ട് ബേബിക്ക് ഗിഫ്റ്റ് കിട്ടിയ ഡ്രസ്സാണ് കേട്ടോ. സോ ഞാൻ രാവിലെ തന്നെ എണീച്ചിട്ട് ഈ ഒരു ഫോട്ടോസ് എടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ എന്നും ബേബീനെ കുറച്ച് നേരം ഇങ്ങനെ ഞാൻ ഈ വൈറ്റ് ക്ലോത്ത് ഉടുപ്പിച്ചിട്ട് ഇങ്ങനെ കിടത്തും കേട്ടോ. ഡയപ്പർ ഫ്രീ ടൈമായിട്ട് ഇങ്ങനെ കുറച്ച് നേരം കിടത്തും. അപ്പോൾ അവനും കുറേ കാലും കൈയൊക്കെ ഇട്ട് ഇങ്ങനെ കുറേ നേരം കിടന്ന് അടിക്കും, കുറച്ച് നേരം കരയും, കുറച്ച് നേരം വർത്താനം പറയും, അങ്ങനെയൊക്കെ കിടക്കും കേട്ടോ. ഇപ്പോൾ 2 month ആയല്ലോ. പിന്നെ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നത് പത്തിരിയും ഇറച്ചിയാണ്, ബീഫാണ്. അതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ബ്രേക്ക്ഫാസ്റ്റാണ്. സോ അതാണെങ്കിൽ ഞാൻ കുറേ കഴിക്കും കേട്ടോ. കുറേ പത്തിരിയൊക്കെ കഴിക്കും, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെയല്ലേ, ഞാൻ പുറത്ത് പോകുമ്പോൾ മാത്രമാണ് ബേബിക്ക് പാമ്പേഴ്സ് യൂസ് ചെയ്യാറുള്ളൂ. വീട്ടിൽ കൂടെ ഇപ്പോഴും വൈറ്റ് ക്ലോത്താണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യുന്നത്. അതിപ്പോൾ ഡേ ആയാലും നൈറ്റ് ആയാലും വൈറ്റ് ക്ലോത്ത് തന്നെ യൂസ് ചെയ്യുന്നത്. ഈ മുണ്ട് നമ്മൾ കട്ട് ചെയ്ത് പീസസ് ആക്കി എടുത്തിട്ട് അതാണ് വൈറ്റ് ക്ലോത്ത് എന്ന് ഞാൻ ഉദ്ദേശിച്ച ഈ ഒരു സംഭവം. ഈ ഒരു വൈറ്റ് ക്ലോത്ത് വെച്ചിട്ട് അതിൻ്റെ പുറത്ത് ഞാൻ ക്ലോത്ത് ടൈപ്പർ, സൂപ്പർ ബോട്ടത്തിൻ്റെ ക്ലോത്ത് ടൈപ്പറാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ക്ലോത്ത് ടൈപ്പറും കൂടെ പുറത്ത് വയ്ക്കും, വൈറ്റ് ക്ലോത്ത് അകത്ത് വെച്ചിട്ട്. അപ്പോൾ പിന്നെ ലീക്കേജ് അങ്ങനെ സംഭവങ്ങളൊന്നും വരില്ല. ഞാൻ എപ്പോഴും വീട്ടിലിപ്പോൾ മോർണിംഗ് ആയാലും നൈറ്റിലായാലും എപ്പോഴും ഞാൻ അത് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. പുറത്തേക്ക് പോകുമ്പോൾ മാത്രമാണ് ഞാൻ പാമ്പേഴ്സ് അങ്ങനെ യൂസ് ചെയ്യാറുള്ളൂ. പിന്നെ ബേബിക്കായാലും റാഷൊന്നും വരാതിരിക്കാൻ ഏറ്റവും കൂടുതൽ നല്ല ക്ലോത്ത്സ് യൂസ് ചെയ്യുന്നില്ല. മാക്സിമം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന അത്രത്തോളം ക്ലോത്ത് യൂസ് ചെയ്യാമെന്ന് ഓർത്ത് തന്നെയാണ് ഞാനിരിക്കുന്നത്. പിന്നെ നമ്മൾ കുളിച്ച് മാറ്റി റെഡി ആയിട്ടുണ്ടായി. നമുക്കിന്ന് ഞാൻ പറഞ്ഞല്ലോ വിസ പ്രോസസ്സിങ്ങിന് പോകണമെന്ന്. സോ ഇവനെ റെഡി ആക്കിയിട്ടുണ്ടായി. ഈ ഒരു എല്ലാം റോംബറാണ് ഇടിയിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. കാരണം കുറച്ച് അധികം യാത്ര ചെയ്യാനുണ്ടല്ലോ. സോ റോംബറായിരിക്കും നല്ലതെന്ന് തോന്നി. കാരണം കാറിലൊക്കെ പോകുമ്പോൾ AC ഒക്കെ അല്ലേ. സോ ഒത്തിരി തണുപ്പൊന്നും അടിക്കണ്ടല്ലോ എന്ന് ഞാൻ ഓർത്തു. പിന്നെ വെക്കുന്ന അവൻ്റെ ഡയപ്പർ ബാഗ് സെറ്റാക്കി ഞാൻ ഒരുവിധം എല്ലാ കാര്യങ്ങളും ക്യാരി ചെയ്യും കേട്ടോ. ഈവൻ നമുക്ക് ഗ്യാസിൻ്റെ ബുദ്ധിമുട്ടൊന്നും വയറിന് ബുദ്ധിമുട്ടൊന്നും കൊടുക്കാനുള്ള മരുന്ന് വരെ ഞാൻ എടുക്കാറുണ്ട്. പിന്നെ എക്സ്ട്രാ ഡ്രസ്സ്, ഡയപ്പേഴ്സ്, ചേഞ്ചിങ് ഷീറ്റ്, പാമ്പേഴ്സ് അതെല്ലാം ഞാൻ എടുക്കാറുണ്ട്. നമുക്ക് എപ്പോഴാണ് ആവശ്യം വരാമെന്ന് അറിയില്ലല്ലോ ഒരു ബേബിനെ കൊണ്ട് പോകുമ്പോൾ. സോ ഞാൻ എല്ലാം എക്സ്ട്രാ എടുക്കാറുണ്ട്. പിന്നെ ഞാനും ബേബിയും മാറ്റിയിട്ട് ഇങ്ങനെ ഒരു ഫോട്ടോ വീഡിയോ ഒക്കെ എടുക്കൽ അതെന്താണെന്നല്ല ഭയങ്കര നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. സോ അതൊക്കെ എടുത്ത് നമ്മൾ മോർണിംഗ് തന്നെ യാത്ര തിരിച്ചു വിട്ടു. ഒരു 10-11 മണിയൊക്കെ ആയപ്പോഴേക്കും നമ്മൾ പോയിട്ടുണ്ടായി. നമ്മൾ ഒറ്റ സ്ട്രെച്ചിന് യാത്ര ചെയ്യാതെ ഇടയ്ക്ക് ഓരോ സ്റ്റോപ്പ് കേട്ടിട്ടുണ്ടായി. ആദ്യം സ്നാക്സൊക്കെ മേടിച്ചിട്ടുണ്ടായി. ഈ പൊരിയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സംഭവമാണ് ബോണ്ട. ചില നാട്ടിൽ തന്നെ ഉണ്ടംപൊരി എന്നാണ് പറയുന്നത്, നമ്മുടെ നാട്ടിൽ ബോണ്ട എന്നാട്ടോ പറയുന്നത്. ആൻഡ് ബോണ്ട മേടിച്ചിട്ടുണ്ടായി. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ബോണ്ട. പിന്നെ നമ്മൾ ചായ കുടിച്ചിട്ടുണ്ടായി. മസാല ദോശയാണെന്ന് തോന്നുന്നു, മസാല ദോശയാണ്. മസാല ദോശയൊക്കെ കഴിച്ചിട്ടുണ്ടായി. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നിർത്തി ചായയൊക്കെ കുടിച്ചാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നു. ഒറ്റ സ്ട്രെച്ചിന് പോണേക്കാളും നല്ലത് ഇടയ്ക്ക് ബേബിക്ക് ഉള്ളതുകൊണ്ട് ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് പോണൊക്കെയാണല്ലോ. സോ അങ്ങനെ നമ്മൾ പോയിട്ടുണ്ടായത്.
പിന്നെ ഉച്ചക്കത്തെ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നത് ഇത്താത്തയുടെ വീട്ടിൽ നിന്നായിരുന്നു. മന്തിയാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ VFSൽ വീഡിയോഗ്രാഫി ഫോട്ടോഗ്രാഫി അലൗഡ് അല്ല, അതുകൊണ്ട് ഞാൻ അവിടുത്തെ ഒരു ക്ലിപ്സ് പോലും എടുത്തില്ല. പിന്നെ അങ്ങനെ അലൗഡ് അല്ലാത്തതുകൊണ്ട് പിന്നെ ഫോൺ എടുക്കാനേ ഓർത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. സോ അതാണ് ഒരു ക്ലിപ്പ് പോലും എടുക്കാൻ പറ്റാതിരുന്നത്. VFSൽ പ്രത്യേകിച്ച് പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞാൽ ബേബിയുടെ ആയതുകൊണ്ട് ഞാൻ തന്നെയാണ് അവൻ്റെ എല്ലാ കാര്യങ്ങളും സൈനിട്ട് കൊടുക്കുകയൊക്കെ ചെയ്തത്. പിന്നെ ഇവൻ്റെ ഫിംഗർ എടുക്കുകയോ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. ഇവൻ്റെ ഒരു ഫോട്ടോഗ്രാഫ് കൊടുത്തു ബേബിയുടെ, അത്ര മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഒരു ഹാഫ് അവർ പ്രോസസ്സിങ് ഉണ്ടായിരുന്നുള്ളൂ. വെക്കുന്നതെല്ലാം കഴിഞ്ഞു. നമ്മൾ ലോഞ്ച് എടുത്തിട്ടുണ്ടായി, കാരണം ബേബി ഉള്ളതുകൊണ്ട് കുറേ നേരം വെയിറ്റ് ചെയ്യാൻ ഭയങ്കര പാടാണ്. സോ 1500 ഉള്ളിൽ എത്ര എമൗണ്ടാണ് വന്നത് ലോഞ്ച് ഫെസിലിറ്റി എടുത്തിട്ടുണ്ടായി. അങ്ങനെ നമുക്ക് വെക്കുന്ന ചെയ്തിട്ടുണ്ടായി VFSൻ്റെ പ്രോസസ്സിങ്. സോ അവിടെ പിന്നെ ബേബി ഉള്ളതുകൊണ്ട് ഒരു കമ്പാനിയനും കൂടെ കയറായിരുന്നു കേട്ടോ. സോ എൻ്റെ ഇത്താത്ത കയറിയിട്ടുണ്ടായി. ഇത്താത്തയാണ് ബേബീനെ പിടിച്ചിട്ടുണ്ടായത്. ആൻഡ് ഞാൻ അകത്ത് പോയിട്ട് എല്ലാ പ്രോസസ്സിങ്ങും ചെയ്തു. അങ്ങനെയാണ് ഭയങ്കര സ്മൂത്തായിട്ട് പോയി. പിന്നെ നമ്മൾ അത് കഴിഞ്ഞിട്ട് അപ്പം തന്നെ റിട്ടേൺ അടിച്ചിട്ടുണ്ടായിരുന്നു. പോണ വഴിക്ക് വാഫിൾസ് കഴിച്ചിട്ടുണ്ടായി. എനിക്ക് വാഫിൾസ് ഭയങ്കര ഇഷ്ടമാണ്, നിങ്ങൾക്കറിയാമല്ലോ. പോൾസ് ക്രീമറിയിൽ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായി. അങ്ങനെ വാഫിൾസ് കഴിച്ചു. അങ്ങനെ റിട്ടേൺ അടിച്ചു. ആൻഡ് ഇത് വന്നിട്ട് നൈറ്റിൽ നമ്മൾ എനിക്ക് തോന്നുന്നു പെരുമ്പാവൂർ എവിടെ എത്തിയപ്പോഴാണ് ഫുഡ് കഴിക്കാൻ കയറിയിട്ടുണ്ടായത്. ഭയങ്കരമായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു. സോ ഫ്രൈഡ് റൈസും ചില്ലി ചിക്കൻ അല്ല, ഗോബി മഞ്ചൂരിയനാണെന്ന് തോന്നുന്നു കേട്ടോ. പിന്നെ ഭയങ്കര ടയർഡായിരുന്നു. സോ അതുകൊണ്ട് ചായ കുടിച്ചിട്ടുണ്ടായി. യൂഷ്വലി പുറത്തുനിന്ന് ചായ കുടിക്കാറില്ല, ബട്ട് ഭയങ്കര തലവേദനയായിരുന്നു, അതുകൊണ്ട് ചായയും കുടിച്ചു. സോ അത്രേ ഉള്ളൂ. വിസ പ്രോസസ്സിങ്ങിന് പോയൊരു കുട്ടി വ്ളോഗായിരുന്നു. എല്ലാം ഒരു മെമ്മറി ആയിട്ട് എനിക്ക് ആഡ് ചെയ്യണമെന്ന് തോന്നി. സോ അങ്ങനെ ഈ വീഡിയോ എടുത്താണ്. സോ അത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമാണെന്ന് ഓർക്കണം. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. പിന്നെ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ.